കർഷകരെ കേന്ദ്ര സർക്കാർ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ശംഭു അതിർത്തിയിൽ നിന്ന് നിതിൻ അംബുജൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഡൽഹി ചലോ മാർച്ച് പ്രഖ്യാപിച്ചതിനു പിന്നാലെ വലിയ സംഘർഷ ഭൂമിയായിരുന്നു ശംഭു അതിർത്തിയും കനൌരി അതിർത്തിയും. കനൌരി അതിർത്തിയിൽ പോലീസിന്റെ കണ്ണീർവാതക ഷെല്ല് അത് തലയിൽ കൊണ്ട് ഒരു യുവ കർഷകൻ കൊല്ലപ്പെട്ടു. 21 വയസ്സുകാരനായ ബത്തിണ്ട സ്വദേശി ശുഭ് കരൻ എന്ന കർഷകനാണ് പോലീസിന്റെ കണ്ണീർവാതക ഷെല്ലിനെ തുടർന്ന് കൊല്ലപ്പെട്ടതെന്നാണ് കർഷക സംഘടനകൾ ആരോപിക്കുന്നത്. വലിയ പ്രതിഷേധം കർഷക സംഘടനകൾ കനൌരിയിലെ ഈ പോലീസ് നടപടിയിൽ ഉയർത്തുന്നു. മാത്രമല്ല, മണിക്കൂറുകളോളമാണ് പോലീസും കർഷകരും കനൌരിയിലും ശംഭുവിലും ഏറ്റുമുട്ടിയത്. എന്തായാലും കർഷകരുടെ ആക്രമണത്തിൽ 12 പോലീസുകാർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് ഹരിയാന പോലീസും ആരോപിക്കുന്നത്. മുളക് പൊടി ഉപയോഗിച്ചും അതോടൊപ്പം തന്നെ കല്ലുകളും വടികളും ഉപയോഗിച്ചായിരുന്നു കർഷകരുടെ ആക്രമണം എന്നൊരു ആരോപണം പോലീസും ഉന്നയിക്കുന്നു. കർഷകരോട് സംയമനം പാലിക്കണമെന്നൊരു അഭ്യർത്ഥനയാണ് ഇപ്പോൾ ഹരിയാന പോലീസ് നടത്തിയിരിക്കുന്നത്. എന്തായാലും ശംഭു അതിർത്തിയിൽ നിലവിൽ സമാധാനപരമാണ് അന്തരീക്ഷം. രാവിലെ 11 മണിക്ക് കർഷകർ ഡൽഹിയിലേക്ക് നീങ്ങാൻ ശ്രമിച്ചത് വലിയ സംഘർഷങ്ങൾക്കാണ് ഇടയാക്കിയത്. ഡ്രോൺ വഴി പോലീസ് വ്യാപകമായി തന്നെ കർഷകർക്ക് നേരെ കണ്ണീർവാതക ഷെല്ലുകൾ പ്രയോഗിച്ചു. ആദ്യഘട്ടത്തിൽ കർഷകർ പിൻവാങ്ങിയെങ്കിലും പിന്നീട് കൂട്ടത്തോടെ ഈ അതിർത്തിക്ക് സമീപം തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു. അതോടൊപ്പം വലിയ ട്രാക്ടറുകളും JCBയും എല്ലാം തന്നെ എത്തിച്ചുകൊണ്ടായിരുന്നു കർഷകർ ഇവിടെ നിലയുറപ്പിച്ചത്. വൈകിട്ടോടുകൂടി ഏതാണ്ട് 7 മണിയോടുകൂടി തന്നെ കർഷകർ പിന്നീട് പിൻവാങ്ങി. അതിനുശേഷം ഇപ്പോൾ കർഷക സംഘടനകൾ വ്യക്തമാക്കിയ ഒരു കാര്യം, 2 ദിവസം കൂടി ശംഭു അതിർത്തിയിലും കനൌരിയിലും തുടരാൻ തന്നെയാണ് നിർദ്ദേശം. അതിനുശേഷം കർഷകർ ഡൽഹിയിലേക്ക് നീങ്ങുമെന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ഹരിയാന അതിർത്തിയിൽ ഇപ്പോഴും പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി നിലയുറപ്പിച്ചിരിക്കുകയാണ്. പോലീസും ഇത്തരത്തിൽ JCB എല്ലാം തന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. വലിയ കോൺക്രീറ്റ് ബാരിക്കേഡുകൾ, അതിനപ്പുറം അർദ്ധസൈനിക വിഭാഗം, അതിനപ്പുറം മുള്ളുവേലി സ്ഥാപിച്ചും JCB നിലയുറപ്പിച്ചും അതോടൊപ്പം കോൺക്രീറ്റ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചുമാണ് പോലീസിന്റെ പ്രതിരോധം. എന്തായാലും ഈ പ്രതിരോധങ്ങളെല്ലാം മറികടന്ന് തങ്ങൾ ഡൽഹിയിലേക്ക് പോകും എന്നൊരു പ്രഖ്യാപനം തന്നെ കർഷകർ നടത്തിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായുള്ള സംഘർഷം തന്നെയാണ് ശംഭു അതിർത്തിയിലും കനൌരി അതിർത്തിയിലും ഇന്ന് കണ്ടത്. ശംഭു അതിർത്തിയിൽ നിന്ന് സന്ദീപ് മാലിക്കിനൊപ്പം നിതിൻ അംബുജൻ, 24.